സമയം 4:15 അടുക്കുന്നു. നമ്മുടെ വിപണി പെല്ലെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൾക്കാരൊക്കെ പെല്ലെ എത്തിക്കൊണ്ട് ഇരിക്കുന്നു. സംരംഭകരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വിപണിക്ക് ഇന്നൊരു ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആല ഫാർമേഴ്സ് ക്ലബ്ബ്, നാട്ടുവിപണി, ജനകീയ കൂട്ടായ്മ. ഇന്ന് നമ്മൾ 133ാമത്തെ ആഴ്ചയാണ്. വില സാധാരണ പോലെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വിലയെന്ന് പറയുന്നത്. നമ്മുടെ വിപണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ബിസിനസ്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമരപരിപാടികൾ ഇത് കഴിഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പന്നിയെ കൊന്നു തിന്നാനായിട്ട് സ്വകാര്യ വസ്തുവിലിറങ്ങുന്ന പന്നിയെ കൊന്നു തിന്നുന്നതിലേക്കുള്ള സമരപരിപാടികൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ന് ആലയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വിപണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജോസ് സാറ് സാധാരണ പോലെ എത്തിയിട്ടുണ്ട്. നമ്മുടെ തിരുവല്ലയിലെ അഡ്വക്കേറ്റായിട്ടുള്ള ഷൈൻ ബാബു സാറും എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രമുഖ കർഷകനായിട്ടുള്ള ജോസഫ് ചാണ്ടപ്പിള്ളയുണ്ട്. സാറേ നമസ്കാരം. തിരുവല്ലയിലെ അഡ്വക്കേറ്റാണ് ഷൈൻ സാറ്. സാറേ എങ്ങനെയുണ്ട് നമ്മുടെ വിപണിയൊക്കെ എങ്ങനെയുണ്ട്? എന്തായാലും സാറൊക്കെ തിരുവല്ലയിൽ നിന്ന് ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. തിരുവല്ലയിൽ ഒരു ചെറിയൊരു പരിപാടി അധികം താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സന്തോഷം കൂടെ അറിയിക്കുന്നു. കുറേ കാല കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ വിപണി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പന്നിയെ കൊന്നു തിന്നണം എന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നമ്മുടെ വിപണിയിൽ ആരംഭിച്ചു. എല്ലാവരും ഹാപ്പിയാണ്. സുരേഷ് സാറ് ചെങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ വിപണിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സുരേഷ് സാറിന് ഇന്നലെ മുണ്ടങ്കാവ് വിപണിയിൽ എത്താനായിട്ട് സാധിച്ചില്ല. അപ്പം ഇപ്പം നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നെക്സ്റ്റ് ഡേറ്റ് ആല വിപണിയിലേക്ക് എത്താൻ സാധിക്കും. ചെങ്ങന്നൂരിൽ നിന്ന് റോയ് സാറും ശിവപ്രസാദ് സാറും എത്തിയിട്ടുണ്ട്. ഇന്ന് വെൺമണിയിൽ നിന്ന് സണ്ണി നമ്മുടെ വിപണിയിൽ എത്തിയിട്ടുണ്ട്. സണ്ണിയും ഞാനും കൂടെ ഒരുമിച്ച് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഇങ്ങനെയുള്ള പഴയകാല ബന്ധങ്ങളെയൊക്കെ വീണ്ടും ഒത്തൊരുമിപ്പിക്കാനായിട്ട് നമ്മുടെ വിപണി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സണ്ണി എങ്ങനെയുണ്ട്? വിപണിയെ പറ്റിയൊക്കെ രണ്ട് വാക്കൊന്ന് പറഞ്ഞു. വിപണി നല്ല ഒരു പെർഫോമൻസാണ് ഇവിടെ ഞാൻ കാണുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാക്കുന്ന സാധനത്തിന് വില കിട്ടാതെയുള്ള മടുത്ത ഒരു അനുഭവത്തിൽ നിന്നും ഈ വിപണിയിലേക്ക് വരുമ്പോൾ അവർക്ക് ന്യായമായ വില കിട്ടുന്നു. വാങ്ങിക്കുന്നവർക്ക് ലാഭം, വിൽക്കുന്നവർക്കും ലാഭം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ വിപണി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആലയിൽ മാത്രമല്ല, ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം അഡ്വക്കേറ്റ് ജെയിംസ് ജോണിൻ്റെ നേതൃത്വത്തിൽ പല വിപണികൾ തുടങ്ങാനും അനേക കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും ഈ വിപണി മൂലം സാധിച്ചു. അങ്ങനെ ഈ നാടിനെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാക്കുന്നതിന് വിപണി സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി കൂടുതൽ സഹായിക്കട്ടെ. കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങളും സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഈ വിപണി മൂലം ഇടയാക്കട്ടെ. കർഷകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ വിപണി മൂലം ഇടയാക്കട്ടെ. അങ്ങനെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഈ വിപണിക്കുണ്ടാകട്ടെ. കൂടുതൽ കർഷകരിവിടെ ആകർഷിക്കാനും കൂടുതൽ ആൾക്കാരിവിടെ വന്ന് സാധനം മേടിക്കാനും ഒക്കെയും ഈ വിപണി മൂലം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു സനി. നമ്മുടെ വിപണി കാണുന്നതിനും പഠിക്കുന്നതിനും മറ്റുമായിട്ട് എരമത്തൂരിൽ നിന്ന് സന്തോഷും അദ്ദേഹത്തിൻ്റെ വൈഫ് സുശീലയും നമ്മുടെ വിപണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചുമൂലമൊക്കെ ഇങ്ങനെ വളരെ ഹാപ്പിയായിട്ട് ഇവിടെ വന്ന് ചെറിയ ചിരികളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ നടക്കുന്നതൊക്കെ കണ്ടു. ഞങ്ങളുടെ എല്ലാ വിപണികളും സന്ദർശിക്കുക. ഇപ്പം മറ്റന്നാളാണെങ്കിൽ നമ്മുടെ പുത്തൻകാവിലൊക്കെ വിപണിയുണ്ട് കേട്ടോ. പ്രസാദും ഞാനും ആല സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് സുഹൃത്തുക്കളാണ്, ക്ലാസ്മേറ്റാണ്. പിന്നെ ഞങ്ങൾ പ്രവാസിയായിരുന്നു, വീണ്ടും നാട്ടിൽ വന്നു. ഞാനിപ്പോഴും പ്രവാസിയാണ്. പിന്നെ നാട്ടിൽ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കാർഷികപരമായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട് സമ്മതിക്കുവാണെങ്കിൽ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. സമ്മതിക്കുവാണെങ്കിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാടൊരു പ്രത്യേക നാടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്ത് തുടങ്ങിയാലും അത് വിജയിപ്പിക്കുന്നില്ല പരിപാടി ഇല്ലല്ലോ. അതെങ്ങനെയാണ് അടപ്പിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക്. തീർച്ചയായിട്ടും അതിന് സഹകരിക്കുന്ന ആൾക്കാരുടെ കൂടി കഴിഞ്ഞാൽ ചിലപ്പം തീർച്ചയായിട്ടും നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് വരാം. കാരണം നമ്മളെപ്പോലുള്ള ശബ്ദങ്ങൾ ഒന്നിക്കുന്നില്ലായിരുന്നു. നമുക്ക് ഇനി ഒന്നിക്കാം. കാരണം നമുക്കത് ഇലക്ഷൻ നിൽക്കാനൊന്നുമല്ല, നമ്മുടെ സർവൈവലിന് വേണ്ടിയാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഒന്നുകില്ലേ നമ്മുടെ നാട് നന്നാവുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രയോജനമല്ല. നമ്മുടെ നാട് നന്നായി കിടക്കട്ടെ. അത് തന്നെ പ്രസാദ്. എങ്ങനെയുണ്ട് നമ്മുടെ വിപണിയൊക്കെ? എങ്ങനെയുണ്ട്? വിപണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു. ആൾക്കാർക്ക് വിലകൾ കിട്ടുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കാനൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ധൈര്യമായിട്ട് വിറ്റേച്ച് പോവാം. മാന്യമായ വിലകളും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് വാങ്ങുന്നവർക്കും ലാഭമാണ്. നല്ല സാധനങ്ങൾ, വിഷരഹിത പച്ചക്കറികളും എല്ലാം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഏതായാലും നല്ലൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു പ്രസാദ്.
നമ്മുടെ വിപണിയിൽ നമ്മുടെ പേരിശ്ശേരി ഭാഗത്തു നിന്ന് വൈരസ് സാറും ടൈറ്റസ് സാറും എത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ 2 മുഖങ്ങൾ ഞാൻ കണ്ട് മറന്ന ഒരു അത്രേ ഓർമ്മയുള്ളൂ. പക്ഷെ പുതിയ മുഖങ്ങൾ കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ് നമ്മുടെ ആലായിലെ വിപണി കാണുന്നതിനൊക്കെ ആയിട്ട് പേരിശ്ശേരിയിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞത്. പക്ഷെ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. നമ്മുടെ ആ നല്ല പീക്ക് ടൈമിലല്ല ഇന്നെത്തിയത്. നമ്മുടെ പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇടില്ലായിരുന്നു. അപ്പം ടൈറ്റസ് സാറേ എങ്ങനെയുണ്ട്? രണ്ടുപേരും പറയണം, എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിപണി? നല്ല വിപണിയാണ്. വളരെ നല്ലതായിട്ട് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വന്നത്. സാധനവും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധനവും മേടിക്കാനായിട്ട് വന്നത്, പക്ഷേ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, വരുന്ന മുണ്ടങ്കാവ് വിപണി വരുന്ന ശനിയാഴ്ചയുണ്ട്. വരുന്ന ശനിയാഴ്ച മുണ്ടങ്കാവ് വിപണിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഹോം ഗ്രൗണ്ടുകാരുടെ ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് മുണ്ടങ്കാവ് വിപണിയിൽ. അതായത് നമ്മുടെ പമ്പ ഷോപ്പിന് മുന്നിലായിട്ട് ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ പ്രോജക്റ്റും ഒക്കെ ഉണ്ട് അവർ. അപ്പോൾ നമ്മുടെ വിപണിയുടെ കാര്യങ്ങളും ആവശ്യതയൊക്കെ പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്. ഇതിനെക്കുറിച്ച് നമ്മുടെ വിപണിയിൽ രാധാകൃഷ്ണൻ സാറ് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ദീർഘകാലം കുവൈറ്റിലായിരുന്നു. വലിയൊരു കർഷകനാണ്. പമ്പയിൽ നിന്ന് എനിക്കൊന്ന് ബ്രഷ് കട്ടറോ മറ്റോ ആണ് ഇദ്ദേഹം മേടിച്ചെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 100-600 ചേനയും കണ്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കാരണം വലിയൊരു കർഷകനാണ് ഇദ്ദേഹം. കൃഷി ഒരു പാഷനാണ് ഇദ്ദേഹത്തിന്. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനിങ്ങനെ പന്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പരിധിക്കപ്പുറമായി പന്നിശല്യം എന്ന് പറഞ്ഞത്. സാറേ, നമ്മൾ ഇന്നൊരു പുതിയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ എൻ്റെ വസ്തുവിനകത്ത് കയറുന്ന പന്നിയെ കൊന്നു തിന്നാനായിട്ട് എനിക്ക് അനുവാദം ലഭിക്കണം. അതാണ് നമ്മളിന്ന് തുടക്കം കുറിച്ച മൂവ്മെൻറ്റ്. അപ്പം സാറ് ഈ പന്നിയുടെ ശല്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ. ഞങ്ങളെ ഒരു 4 വർഷമായിട്ട് എലവന്തിട്ട, മെഴുവേലി, കാരക്കാട്, കുഴുവല്ലൂർ ഈ ഭാഗത്ത് പന്നിശല്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുളക്കര പഞ്ചായത്തിലും കുഴുവല്ലൂർ പഞ്ചായത്തിലും സ്ഥലങ്ങളുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതുകൊണ്ട് വലിയധികം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഞാൻ പൊട്ടക്കുളം മേഖലയിലുള്ള കണ്ടങ്ങളിലുള്ള കൃഷികൾ മുഴുവൻ നശിപ്പിച്ചു. ഇന്ന് ഈ കൃഷിഭവനിൽ കൂടിയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സബ്സിഡിയും വിത്തുൽപ്പന്നം എല്ലാം നമുക്ക് കൊടുക്കുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടും. ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിച്ചു സഹ്യാദ്രി വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി. ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഔട്ടാക്കിയെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജെയിംസ് സാറ് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലീഡർഷിപ്പ് വഹിക്കുകയും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ആലായിലെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. എന്നെയും വിളിച്ചു. ഞാനിതിൽ പങ്കുകൊണ്ട് ഇരിക്കുകയാണ്. ന്യായമായ ആവശ്യമാണ്. നമ്മൾ വനത്തിൽ പോവുക, ആരുടെയും ഫാമിൽ പോവുക ഒന്നുമല്ല. നമ്മൾക്ക് 10 സെൻറ്റ് ഉള്ളതിനകത്ത് നമുക്ക് കൃഷി ചെയ്യണം, നമുക്ക് റോഡിലിറങ്ങി നടക്കണം. ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഇത് ഗവൺമെൻറ്റിൻ്റെയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെയും കണ്ണ് തുറപ്പിക്കുന്നതിനുള്ളൊരു തുടക്കം മാത്രമായിട്ടാണ് തുടങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുക. തീർച്ചയായിട്ടും മുന്നോട്ട് നമുക്കറിയാം. ഇപ്പം സന്ധ്യയ്ക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. സാറിനെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതിനകത്ത് സാർ ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിന് കാരണം എന്ന് പറയുന്നത് 2 പഞ്ചായത്ത് മെമ്പർമാർ എന്നോട് സംസാരിച്ചു. സാറേ ഒരു സെക്കൻഡ് സാറേ, ഈ ചെങ്ങന്നൂർ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഞാൻ. ഇപ്പം ഞാൻ ശബ്ദമുയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അഡ്മിനുള്ളി ആക്കാനായിട്ട് ചിലരൊക്കെ നിർബന്ധിച്ച് അത് തുടർന്ന് ആ ഗ്രൂപ്പുകളൊക്കെ ജനാധിപത്യത്തിൻ്റെ ശബ്ദമാകേണ്ടിയിരുന്ന ഗ്രൂപ്പുകളൊക്കെ നിശബ്ദമാക്കപ്പെട്ട നാടാണിത്. കാരണം നമുക്ക് ജനാധിപത്യം എന്തിനാണെന്നുള്ളത് അറിയാൻ വയ്യാത്ത വലിയ നേതാക്കന്മാരുടെ കൂടി നാടാണിത്. കാരണം ചില നേതാക്കന്മാരൊക്കെ ആയിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. അപ്പം സാറേ, ജനാധിപത്യ ബോധം എന്തെന്ന് തിരിച്ചറിയാത്ത ആൾക്കാർ, ജനങ്ങളുടെ ശബ്ദത്തെ ഭയപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളെ വിലക്കും. സാറ് തന്നെ ഓർത്തോണം, ഈ ആരായുടെ ശാപമാണ് ഉത്തരപ്പള്ളിയാർ എന്ന് പറയുന്നത്. ആ ശാപം ഒന്ന് ഒഴിവാക്കാനായിട്ട് ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ എന്നോട് ശബ്ദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ശബ്ദം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു. തുടർന്ന് അങ്ങനെ പല ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ് നമ്മുടെ നാട്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല സാറേ, നമുക്ക് ശബ്ദമുള്ളവർക്കൊക്കെ നമുക്ക് ഒന്നിക്കാം. അന്നേരം തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടും. ലേറ്റായിട്ടാണ് വന്നതെങ്കിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വൈരസ് സാറിനും ടൈറ്റസ് സാറിനൊക്കെ ലഭിക്കുന്നുണ്ട്. പയർ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. തണ്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. പൈസ എടുക്കണ്ടേ? എവിടുന്നാ വരുന്നേ? പറഞ്ഞോ, പറ. ആലായിൽ നിന്നാണോ വരുന്നേ? വീട്ടുപേരെന്തുവാ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? UKG. എവിടെ സ്കൂളിലാണ് പഠിക്കുന്നേ? പെണ്ണുക്കരയിലാണോ പഠിക്കുന്നത്? ബസ് വന്ന് കൂട്ടിക്കൊണ്ട് പോകാമോ? അവിടുത്തെ ഹെഡ് മിസ്സസ് ആരാ? ആശയാണോ ഹെഡ് മിസ്സസ്?
അത് ക്ലാസ് ടീച്ചറല്ലേ? എച്ച് എം ആരാ? സൂസൻ ടീച്ചറാണോ? UKG-യിലായേ ഉള്ളൂ അല്ലേ? പഠിക്കാനൊക്കെ പഠിക്കുകയാണോ? വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ? ഇല്ലയോ? ഏത്തവാഴയുണ്ടോ? അടുത്ത പ്രാവശ്യം വരുന്ന ഇച്ചിരി വിത്തൊക്കെ തന്നു വിടാം, കൊണ്ട് കൃഷി ചെയ്യാമോ? ചെയ്യാമോ? മോളോടാ ഞാൻ ചോദിച്ചത്. ചെയ്യാമോ? അപ്പം അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. ജോണച്ചാന് മാർക്കറ്റ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്ന സന്തോഷം ഒന്ന് വേറെ അല്ലേ? ജോണച്ചാനെ നമ്മുടെ YMCA തൊട്ടടുത്തു നിന്നാണ് എത്തിയിരിക്കുന്നത്. അച്ഛനൊക്കെയാണ് നമ്മളുടെ വിപണിയെ ഇത്രയും വളർത്തിയെടുത്തത്. അച്ഛാ താങ്ക് യു.